ആറാൻരമ്മക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ് എന്ന പോലെയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ഇല്ലാതെ മേയർ സ്ഥാനാർത്ഥിയെ പോലും മാറ്റേണ്ടി വന്നു കോഴിക്കോട്ടിലെ കോൺഗ്രസിന്. ഈ സമയത്തൊക്കെ ആ ഭ്രാന്ത് കാണാൻ CPM-ന് നല്ല രസമായിരുന്നു. തിരുവനന്തപുരത്ത് മുട്ടടയിൽ വഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയത് ആര്യ രാജേന്ദ്രനാണ് എന്ന് മുരളീധരൻ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തൊക്കെ നമ്മൾ ഇതിനിടയിൽ കണ്ട കാര്യങ്ങളാണ്. എന്നാൽ പിന്നീട് കോടതി കയറി വഷ്ണ സുരേഷ് തന്റെ വോട്ട് കമ്മീഷനെ കൊണ്ട് ചേർത്തുക കൂടി ചെയ്തടക്കം വലിയ വാർത്തകളുമായിരുന്നു. അന്ന് കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി മുഖം പട്ടികയിൽ ഉണ്ടോ എന്ന് പോലും നോക്കാതെയാണോ നിങ്ങൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആളെ ഇറക്കിയത് എന്ന് കോൺഗ്രസിനോട് ചോദിച്ചുകൊണ്ട് അതിനു പോലുമുള്ള കഴിവില്ലേ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിട്ടിയ അവസരം മുഴുവൻ കോൺഗ്രസിനെ കളിയാക്കിയവരായിരുന്നു, കുറ്റപ്പെടുത്തിയവരും അടക്കം. പക്ഷേ ഇപ്പോൾ അട്ടം നോക്കുകയാണ്. മുൻ മന്ത്രിയും തിരുവല്ല MLA-യുമായ മാത്യു ടി തോമസിന് വോട്ടർ പട്ടികയിൽ വോട്ടില്ല. മാത്യു ടി തോമസിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുമില്ല. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് പോകേണ്ടി വരികയാണ് ഈ ഇടത് MLA-ക്ക്. ഇനി എന്തുത്തരമാണ് ഇപ്പറഞ്ഞ ഇടതു കമ്മികൾക്ക് പറയാനുള്ളത്? BJP-യുടെ PM ശ്രീ പദ്ധതിയും ലേബർ കോഡും ഒക്കെ നടപ്പിലാക്കാൻ നെട്ടോട്ടം ഓടുന്നതിനിടയിൽ ഇക്കൂട്ടർ പക്ഷെ സ്വന്തം MLA-ക്കും ഭാര്യയ്ക്കും വോട്ടില്ലാത്തത് കണ്ടില്ല, അറിഞ്ഞില്ല. അപ്പോൾ നിങ്ങളും കഴിവുകെട്ടവരാണോ? എന്തായാലും ഇപ്പോൾ കമ്മീഷൻ തന്നെ അത് ചൂണ്ടിക്കാണിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, മുൻ മന്ത്രിയും തിരുവല്ല MLA-യുമായ മാത്യു ടി തോമസിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതായിട്ട് പരാതിയുണ്ട്. പേര് ഉൾപ്പെടുത്താതിനെ തുടർന്ന് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയുമാണ്. ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, മാത്യു ടി തോമസ് വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോഴാണ് പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്ത നടപടിയിൽ വിശദീകരണം തേടി MLA തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഔദ്യോഗികമായി പരാതിയും നൽകുന്നുണ്ട്. വോട്ടർ പട്ടികയുടെ സൂക്ഷ്മ പരിശോധനയിൽ സംഭവിച്ച പിഴവാണ് എന്നാണ് പ്രാഥമികമായ നിഗമനം. 2002 വോട്ടർ പട്ടികയിലാണ് തിരുവല്ല MLA-യുടെയും ഭാര്യയുടെയും പേര് ഇല്ലാത്തത്. SIR നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി BLO-യാണ് അക്കാര്യം അറിയിച്ചിരിക്കുന്നത്. SIR ഫോം പൂരിപ്പിക്കുന്നതിനായി നടത്തിയ പരിശോധനയിലാണ് BLO ഇക്കാര്യം കണ്ടെത്തുന്നതും. 2002 വോട്ടർ പട്ടിക അടിസ്ഥാനത്തിലാണ് SIR നടപ്പാക്കുന്നത്. 1984 മുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ താനും ഭാര്യ അച്ചാമ്മ അലക്സും വോട്ട് ചെയ്തു എന്നതാണ് മാത്യു ടി തോമസ് പറയുന്നത്. 2002 തിരിച്ചറിയൽ കാർഡുകളും അദ്ദേഹം കാണിക്കുന്നുണ്ട്. എന്നാൽ സാങ്കേതികമായി പേര് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല എന്നാണ് BLO പറയുന്നതെന്നും മാത്യു ടി തോമസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് ഞെട്ടലുണ്ടാക്കി. 6 തവണ നിയമസഭയിലേക്ക് മത്സരിക്കുകയും 5 തവണ MLA ആവുകയും 1 തവണ പാർലമെന്റിലേക്ക് മത്സരിക്കുകയും ചെയ്ത രാഷ്ട്രീയ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ഞാൻ. എന്നാൽ നിലവിലെ പരിശോധനയിൽ 2002 വോട്ടർ പട്ടികയിൽ പേര് കാണുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. സംഭവം സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയാണ് മാത്യു ടി തോമസ്. എന്താണെങ്കിലും ഇന്നലെ വരെ ഭ്രാന്ത് കാണിച്ചവരും ഭ്രാന്തിന് കൈയടിച്ചവരും ഒക്കെ ഇന്ന് അതേ ഭ്രാന്തന്മാരായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.